വർഷങ്ങളായി UDF പതിറ്റാണ്ടുകൾ ജയിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഈ കോട്ടയും ഞങ്ങൾ പിടിച്ചെടുക്കും. ഇക്കുറി അജിത്തിൻ്റെ കൂട്ടത്തിലായിരിക്കാനാണ് സാധ്യത. ഇതാണ് അവിടുത്തെ സ്ഥിതി. വൈക്കത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയാത്ത MLA. മണ്ഡലം പ്രദീപിനൊപ്പം നിൽക്കാനാണ് 100% ചാൻസ്. മുൻ MLA NDAയിലേക്ക് പോയ അജിത്തിന് സാധ്യതയില്ല. അതൊന്നും വൈക്കത്തെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. മഹാത്മാഗാന്ധി, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങി പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ വൈക്കത്തിൻ്റെ മണ്ണ്. ഇവിടെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുകയാണ്. വൈക്കം മണ്ഡലം വർഷങ്ങളായി ഭരിക്കുന്നത് LDF ആണ്. ഇക്കുറി ആർക്കൊപ്പമാണ് ഈ വൈക്കം മണ്ഡലം അവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. UDFിൻ്റെ സാരഥിയായി K ബിനിമോനും LDFിൻ്റെ സാരഥിയായി P പ്രദീപും മുൻ MLA NDAയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ NDAയിലേക്ക് ചേക്കേറിയിരിക്കുന്ന K അജിത്തുമാണ് ഇവിടെ മത്സരാർത്ഥികൾ. ജയം ആർക്കൊപ്പമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വൈക്കം മണ്ഡലം വർഷങ്ങളായിട്ട് CPIയുടെ ഒരു ഭരണത്തിന് കീഴിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ആർക്കൊപ്പമായിരിക്കും എന്നാണ് ചേട്ടന് ഒരു തോന്നുന്നത്? വൈക്കം മണ്ഡലം പ്രദീപിനൊപ്പം നിൽക്കാനാണ് 100% ചാൻസ്. മുൻ MLA NDAയിലേക്ക് പോയ അജിത്തിന് സാധ്യതയില്ല. അതൊന്നും വൈക്കത്തെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പ്രശ്നമല്ല. അത്രയും നാൾ CPIയിൽ ഭരിച്ചിട്ട് പിന്നെ പോകുമ്പോൾ ഒരു പ്രശ്നമായില്ല. അത് LDFിന് യാതൊരു പ്രശ്നമല്ല. അല്ല. ഈ പ്രദീപ് തന്നെ ജയിക്കും. ഇവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ MLA ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആശയുടെ നല്ല പ്രവർത്തനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ജങ്കാർ, മറ്റേ ആദിത്യ പോലുള്ള 3 ബോട്ട് വന്നിട്ടുണ്ട്. സ്കൂളുകൾ, ഹോസ്പിറ്റല്, അതൊക്കെ ഭയങ്കര തന്നെ. റോഡുകൾ, പാലങ്ങൾ. ഇവിടെ LDF വരികയും ചെയ്യും. ഇത് നല്ല ഭൂരിഷ്ഠത ജയിക്കും. വേറെ എല്ലാ തവണയും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിന്നിട്ടുള്ള മണ്ഡലമാണ് വൈക്കം. ഒരു പ്രാവശ്യം ഏതാണ്ട് കോൺഗ്രസ് അനുകൂലമായിട്ട് പോയിട്ടുള്ളതെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ വീണ്ടും ഇടതുപക്ഷം തന്നെ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള വികസനങ്ങൾ വൈകത്ത് നടന്നിട്ടുണ്ട്. ആശുപത്രി ഉൾപ്പെടെ, റോഡുകൾ ഉൾപ്പെടെ, സോളാർ ബോട്ട്, നേരെക്കടവ്, പാലം, പിന്നെ നാനാടത്തെ പാലം, അക്കരപ്പാടം പാലം, പിന്നെ ചെമ്പിന്ന് കിഴക്കോട്ടുള്ള തുരുത്തുമ്മ പാലം, ഇങ്ങനെ ഒത്തിരി വികസനങ്ങൾ ഇവിടെ വൈകത്ത് നടന്നിട്ടുണ്ട്. CPIയുടെ ഭരണത്തിൽ ഇവിടെ സംതൃപ്തനാണ്? തീർച്ചയായും നല്ല ഭരണം തന്നെ കഴിഞ്ഞ 2 പ്രാവശ്യം ഇരുന്ന MLA നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് വൈക്കത്തെ ആശ്രയം എന്ന് നോക്കി അറിയാം. അമ്മയും കുഞ്ഞിൻ്റെ പ്രത്യേക ബ്ലോക്കുണ്ട്. ഇപ്പോൾ പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. അത് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. സ്കൂളുകൾ, റോഡുകൾ, അത്യാവശ്യം വൈക്കത്തെ എല്ലാ റോഡുകളും ഒരു 80% റോഡുകളും നന്നായിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. തുടർന്നും ഈ ഭരണം തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട്. വൈക്കം ഇക്കുറി അജിത്തിൻ്റെ കൂട്ടത്തിലായിരിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു മാറ്റം വേണമല്ലോ. തീർച്ചയായും ആ മാറ്റം നമുക്ക് BJPയിലൂടെ ഇവിടെ വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും CPIയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് BJPയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പുള്ളിയുടെ ആ ആശയത്തിൽ പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ നേരിൻ്റെ പക്ഷമായ BJPയിലേക്ക് വരുന്നത്. ആ ആശയത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇപ്പം നമുക്കാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കുള്ളത് കൊണ്ടാണ് പുള്ളി ഇപ്പം BJPയിലേക്ക് വന്നത്. അപ്പം വിജയശതമാനം പ്രതീക്ഷിക്കുന്നു? വിജയിക്കാനായിട്ട് 100% നമ്മളുടെ BJPയുടെ സ്ഥാനത്ത് നിന്നും നമ്മുടെ എല്ലാ ഇതിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. CPIയുടെ സീറ്റാണിത്. അപ്പോൾ CPI അവർക്കാണ് മുൻതൂക്കം. ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാറ്റം വരും. ചിലപ്പോൾ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയുമായിരിക്കും. എന്നാലും CPI തന്നെ ഭരിക്കും, ജയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പ്രാവശ്യത്തെ ട്രെൻഡ് വെച്ച് കോൺഗ്രസിന് അനുകൂലം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള CPIനെ പൊളിച്ചെഴുതുമെന്നാണ് പറയുന്നത്. അല്ല, ഒരു ട്രെൻഡ് കണ്ടതായ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ CPIയുടെ ഭരണം വളരെ മോശമായിരുന്നു. മോശമായതിൻ്റെ പേരിൽ തന്നെയല്ല, അവർക്കുള്ള സീറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവർക്കും ഒരു മാനസികമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് മൊത്തത്തിൽ. പിന്നെ പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ പലതും മാറ്റമായിട്ട് വരുന്നു. വൈക്കം നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂടെന്നൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. സാർ, എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട് നന്നായി നടക്കുന്നു. പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാണ്. 3 സ്ഥാനാർത്ഥികളും ഫീൽഡിലുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഐക്യജനാധിപത്യ മുന്നണി നല്ല മുൻതൂക്കത്തിലാണിപ്പോൾ. സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു അംഗീകാരം, അത് വൈക്കത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് സ്ഥാനാർത്ഥി. അതുതന്നെയല്ല, അയാൾ വിദ്യാഭ്യാസവും, അയാൾക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ട്. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ. പിന്നെ തലയാഴം പഞ്ചായത്ത് പ്രസിഡൻ്റായി ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരിൽ ഒരാളായിരുന്നു. ആ കോവിഡ് കാലത്തൊക്കെ
അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനം തലയാഴം പഞ്ചായത്തിന് ആകെ ഒരു മാറ്റം ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ LDF വളരെ മുന്നിൽ പോയ പഞ്ചായത്താണ് തലയാഴം. ഇപ്രാവശ്യം തലയാഴമൊക്കെ നല്ല നിലയിൽ തിരിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ മേഖലകളിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ നിസ്സാര വോട്ടിനാണ് പരാജയപ്പെട്ടത്. ആ പരാജയം എന്ന് പറഞ്ഞാൽ 16,000 വോട്ട് പുറകോട്ട് കൊണ്ടുവന്ന് 3000-ൽ താഴെ വോട്ടിന് അദ്ദേഹത്തിന് തോൽവി സംഭവിച്ചത്. അപ്പോൾ ഈ വൈക്കം നഗരസഭ നമ്മൾ കോൺഗ്രസ് പിടിച്ചെടുത്തതുപോലെ തന്നെ CPIയുടെ മണ്ഡലമായിരുന്ന വൈക്കം ഈ പ്രാവശ്യം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഉറപ്പായും പിടിച്ചെടുക്കും. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ നിന്നിരുന്ന MLA-മാരൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? നേരത്തെ ചെയ്ത MLA-മാർ ആദ്യമേ MK കേശവൻ, അദ്ദേഹം ഒരു സാധു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതിനുശേഷം മകൻ P. നാരായണൻ വന്നു, അതിനുശേഷം അജിത്ത്, അതിനുശേഷം ആശ. ഇവരെല്ലാം ആ ഒരു കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അജിത്ത് പറയുന്നത് ഇവിടെ CPI MLA-മാരൊന്നും ചെയ്തില്ല. അത് 2 ടൈം MLA ആയിരുന്ന അദ്ദേഹത്തിനും ബാധകമാണ്. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ ഈ നാട്ടിൽ എന്താണോ ചെയ്തതെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആശ ചെയ്തു, ഉദ്ഘാടനം മാമാങ്കങ്ങളായിരുന്നു നടത്തിയത്. എന്താണ് പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അത് ഞാനിവിടെ എതിർത്തത് കൊണ്ടാണ് ആ ഉദ്ഘാടനം നടക്കാതെ വന്നത്. പണി തീരാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കർശന നിലപാടെടുത്തത് കൊണ്ട് ആണ് ആ ഉദ്ഘാടനം ഒഴിവായത്. ഇപ്പോൾ ഈ നമ്മുടെ ജെട്ടിയിൽ സോളാർ ബോട്ട് 3 കൊണ്ടുവന്നു. ഇവിടെ 13 മിനിറ്റ് കൊണ്ട് ആളുകൾ അക്കരെ പൊയ്ക്കൊണ്ടിരുന്ന അക്കരെ ഇക്കരെ. ഇപ്പോൾ ആ ജെട്ടിയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവർ പറയും, ബോട്ടിറങ്ങി വരുന്നവരോട് ചോദിച്ചാൽ 20 മിനിറ്റ് വേണം ഇപ്പം ഒരു സോളാർ ബോട്ട് അക്കരെ എത്താൻ. ഇതിന് മുമ്പ് കിടന്ന് ഇതിനേക്കാൾ സ്പീഡിൽ 13 മിനിറ്റിന് പോകും. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓടാൻ കൊള്ളുകയില്ലാത്ത സാധനം. അത് കൊണ്ടുവന്നതിന് ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം പോയി 1 മാസം പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ ഇവിടെ കഷ്ടിച്ചോടുന്നത്. അതും എത്ര നാൾ നിൽക്കുമെന്നറിയാൻ പറ്റത്തില്ല. എറണാകുളത്തേക്ക് ഒരു ബോട്ട്, സോളാർ ബോട്ട് കൊണ്ടുവന്നു. ആ ബോട്ട് പോയ വഴി പുല്ല് പോലും ഇല്ല. അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം. ഇവിടെ മൃഗാശുപത്രി ഉദ്ഘാടനം ചെയ്തു, അതും പണി പൂർത്തിയാകാതെ 1 കൊല്ലം 1.5 കൊല്ലം പിന്നിട്ടു. അതിൻ്റെ പണി പൂർത്തിയാകാതെ 2ാം നിലയ്ക്ക് ഇപ്പോൾ 29 ലക്ഷം രൂപ വീണ്ടും അനുവദിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് വികസനം. പിന്നെ പാലം പണിതു, അത് പണിതു, ഇത് പണിതു എന്നൊക്കെ പറയും. ഇപ്പോൾ നേരേക്കടവ് മാക്കേക്കടവ് പാലം 10 കൊല്ലമായി. അത് പാലം പണി ഇക്കരെ എത്തിച്ചപ്പോൾ അതിൻ്റെ പൂത്തിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പാലം സാഫല്യമാകണമെങ്കിൽ ഇനിയും 2 കൊല്ലം പിടിക്കും. ഇതാണ് അവിടുത്തെ സ്ഥിതി. വൈക്കത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയാത്ത MLA. ചേരിഞ്ചുവടിലൊരു പാലമുണ്ട്, അവിടെ 4-5 പേര് ലോറിയുടെ ഇടയിൽ കയറി ജാമായി മരിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ. അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി ഇറങ്ങിപ്പോയി 3 പേര് ഒറ്റയടിക്ക് തൃപ്പൂണിത്തരക്കാർ മരിച്ചു. പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഉള്ള വികസനമാണ് MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ ഇപ്പോൾ എല്ലാം പറഞ്ഞ് നടക്കുക, നടപ്പൊന്നും ഒരു കാര്യവുമില്ല. ആളുകൾ ഇതൊക്കെ തിരിച്ചറിയുക. വാഗ്ദാന ലംഘനങ്ങളാണ് കൂടുതൽ. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടിയായിട്ട് ഇപ്പോഴത്തെ ജനങ്ങൾ അതൊരു വോട്ടിലൂടെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? ഉറപ്പായിട്ടും അതുണ്ടാവും. ബിനുമോൻ്റെ വിജയം സുനിശ്ചിതമാണ്, യാതൊരു സംശയവുമില്ല. ആരാണ് സ്വർണം കണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് നാട്ടിലെ കാര്യമില്ല, ജനങ്ങൾക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തിരിച്ചടി കൊടുക്കുവാൻ ഒപ്പം ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ തകർത്ത കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയ, മദ്യത്തിന്റെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയ ഈ സർക്കാരിനെതിരെ വിധി എഴുതുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ശ്രീ ബിനുമോന് നൽകുക. അദ്ദേഹം ഒരു എന്താ പറയുക, സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയി പ്രവർത്തിച്ച് കടന്നു വന്നിട്ടുള്ള നേതാവാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ
കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ആ വിജയം ഈ നാടിന്റെ വികസനത്തിന്റെ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. എന്താണ് പുതുപ്പള്ളി MLA ഇവിടെ എത്തിയതെന്ന് ചോദിക്കുന്നില്ല. എല്ലാം നമ്മുടെ മത്സരാർത്ഥികൾ തന്നെയാണ്. എല്ലാവിധ വിജയാശംസകളും ആദ്യമേ തന്നെ നേരുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രചരണം? തീർച്ചയായും ആത്മവിശ്വാസമുണ്ട്. വർഷങ്ങളായി UDF പതിറ്റാണ്ടുകൾ ജയിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഈ കോട്ടയം ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ കോട്ടയം പിടിച്ചടക്കിയ പോലെ തന്നെ ഇവിടെയും പിടിച്ചെടുക്കുമെന്നാണ് ഈ കോട്ടയത്തിന്റെ ഞങ്ങളുടെ കോട്ടയാക്കിയതിനെ മാറ്റാൻ പോവാണ്. പുതുപ്പള്ളി മറ്റൊരു പുതുപ്പള്ളിയാക്കി മാറ്റും. അത് ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എങ്ങനെയാണ് ഇവിടുത്തെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? ഞാൻ പോയിടത്തെല്ലാം എല്ലാ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും എന്നോടൊപ്പമാണ്. വിജയം സുനിശ്ചിതമാണെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും UDFനോടൊപ്പം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ വൈക്കത്തെ ഒരു വികസനം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് എൻ്റെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് എനിക്ക് സുനിശ്ചിതമാണ്. വർഷങ്ങളായി CPIയുടെ കോട്ടയാണിത്. അത് തകർക്കാമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇത് CPIയുടെ കോട്ടയൊന്നുമല്ല. ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് UDFന്റെ ആൾക്കാർ. ഇപ്പോൾ UDF ഒറ്റക്കെട്ടാണ്. ടീം UDFന്റെ വിജയമായി വൈക്കം തീർച്ചയായും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഇത്തവണ 61 വർഷം ഇവിടെ ഭരിച്ച CPIയുടെ സീറ്റ് കീറിക്കൊണ്ട് ഇത്തവണ വൈക്കത്ത് വിനിമോൻ UDFന്റെ സാരഥി തേര് തെളിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ടാണോ ചാണ്ടിയമ്മ വരെ ഇവിടെ വന്നത്? അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ടും ആൾക്കാർക്ക് ഊർജ്ജം പകരുന്നതിന് വേണ്ടിയിട്ടും മാത്രമാണ് ചാണ്ടിയമ്മൻ ഇന്ന് ഇവിടെ എത്തിയത്. തിരക്കുകൾക്കിടയിൽ കലയോലപ്പറമ്പ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ജനങ്ങളുടെ ആവേശവും ആൾക്കാരുടെ പ്രതികരണവും കൊണ്ട് വൈക്കം വരെ നീട്ടുകയും തിരിച്ച് പോവുകയും ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇപ്രാവശ്യം 100% UDFന്റെ വിജയമായിരിക്കും. ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPIയുടെ ആണല്ലോ. വിജയസാധ്യതയാണ് കാണുന്നത്. ഇവിടെ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ പലരും, ഞാൻ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫീൽഡിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇവിടെ വൈക്കത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ സംസ്ഥാനത്ത് മാറ്റം വരും. പിന്നെ ഭരണം മാറ്റം ഉറപ്പ് കാര്യം. ഇപ്പം തീർച്ചയായിട്ടും ഈ ഭരണം വരാൻ പോകുന്നില്ല. നമ്മുടെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിലും നമ്മുടെ ഒരു നിരീക്ഷണത്തിലും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇത്തവണ വിജയം വൈക്കത്ത് ആർക്കൊപ്പമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ വൈക്കത്ത് വിജയിക്കുവാൻ ഏറെ സാധ്യതയുള്ളത് ബിനിമോന് തന്നെയാണ്. കാരണം നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ് വൈക്കത്തിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. കഴിഞ്ഞൊരു 10 വർഷക്കാലം ഒരു MLA ഭരിച്ചു എങ്കിലും ഒട്ടനവധി നിർമ്മാണ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഒരു പ്രവർത്തനങ്ങൾ പോലും നടന്നിട്ടില്ല. ഈ വൈക്കത്തും തലയോലപ്പറമ്പിലും വെള്ളൂരിലുമൊക്കെ റോഡുകളുടെ അവസ്ഥ എടുത്തു പറയത്തക്ക ഒരു റോഡെന്ന് പറഞ്ഞാൽ ചന്തപ്പാലം മുതൽ വെട്ടിക്കാട്ടൊക്കെ മുളക്കുളം റോഡിൻ്റെ ആ ശോചനീയാവസ്ഥ, അത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല. 20 വർഷത്തോളമായി അതിൻ്റെ ഇന്ന് വരെ അതിൻ്റെ ഒരു ശോചനാവസ്ഥ പരിഹരിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. അതുതന്നെ വൈക്കത്തിൻ്റെ സമഗ്ര വികസനം എന്ന് എല്ലാവരും പറയുമെങ്കിൽ പോലും വൈക്കത്തിനകത്ത് ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ വൈക്കത്തുണ്ട്. അതുപോലെ തന്നെ വൈക്കത്ത് ഒരു ഫേസ്ബുക്കിനകത്ത് ആരോ ഒരാൾ കുറിച്ചതുപോലെ ഞാൻ ഓർക്കുന്നു. കാരണം അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: വൈക്കത്തെക്കുറിച്ച് നോക്കും, വൈക്കത്ത് ഒരു ബംഗാളി പോലും വൈക്കത്ത് പണിയാൻ വരുന്നില്ല. കാരണം അത് ഒരു പരിധിവരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. വൈക്കത്ത് ബംഗാളികൾ കേരളത്തിലേക്ക് ചേക്കേറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ജോലി സാധ്യത ഉള്ളതുകൊണ്ടാണ് കയറിയത്. പക്ഷേ വൈക്കത്ത് ഒരു ബംഗാളിയെ പോലും കാണാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം കുറിച്ചപ്പോൾ വൈക്കത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ വൈക്കത്ത് എന്തുമാത്രം നിർമ്മാണ പ്രവർത്തനങ്ങളോ വികസനങ്ങളോ നടക്കുന്നില്ല എന്നതിൻ്റെ ഒരു സത്യമായ അവസ്ഥ തന്നെയാണത്. അതുകൊണ്ട് തന്നെ UDFൻ്റെ അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ പ്രിയങ്കരനായ സാരഥി ഒരു മുൻകാല പ്രവർത്തന പാരമ്പര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരു 10 പതിറ്റാണ്ട് കാലം വൈക്കത്തിൻ്റെ തലയാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നുകൊണ്ടും അതുപോലെ തന്നെ 5 കൊല്ലം അദ്ദേഹം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, തോറ്റുപോയി. എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെക്കാളും ഒട്ടനവധി വോട്ട് നേടുവാൻ ആ പ്രിയ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് UDFന് അനുകൂലമായ ഒരു കാറ്റാണ് വൈക്കത്ത് വീശിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണ ഈ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടന്നു വരുന്നു? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ സമയത്തും
ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. വൈക്കം നിയോജക മണ്ഡലം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 67 മുതൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത, ഇടതുപക്ഷത്തിനോടുള്ള വിരോധം, ഈ വൈക്കത്തിൻ്റെ വികസന മുരടിപ്പിന് ഉത്തരവാദികൾ ഇടതുപക്ഷവും പ്രത്യേകിച്ച് അതിൽ CPIയും ആണ് എന്ന തരത്തിലാണ് ഈ വൈക്കത്തെ ജനതയുടെ മുഴുവൻ മനോവികാരവും. അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്ന പ്രശ്നവും അവരുടെ മുമ്പിലുണ്ട്. തലയാഴത്തെ പഞ്ചായത്തിന് ഭരണത്തിന് സാരഥ്യം കൊടുത്തിരുന്ന ആളാണ് ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥി. അവർ ചോദിക്കുന്നത് കഴിഞ്ഞ കാലത്ത് തലയാഴത്തെന്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ തടസ്സപ്പെടുമ്പോൾ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ് പോലും അതിൽ മൗനമായി അത് നന്നായി എന്ന് കരുതുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ നിഷേധിക്കപ്പെടുന്നത് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിയും. ഇത് സ്വാഭാവികമായും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ നേട്ടം ശ്രീമാൻ കെ അജിത്തിനുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വൻപൻ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മെയ് 4-ാം തീയതി എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ദിവസമാണ് വൈക്കത്ത്. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉൾപ്പെടെയുള്ളവരെ ഈ വനിതാ റാലിക്ക് ഇവിടെ എത്തുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. രേഖാ ഗുപ്താജിയെ പോലെ ഒരാൾ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ ഈ വനിതാ റാലിയിൽ പങ്കെടുക്കുന്നതിൽ. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NRLM ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. NRLMൻ്റെ കേരളത്തിലെ ഏജൻസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏജൻസിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഒരു സംഘടനയാണ് കുടുംബശ്രീ. എന്നാൽ അതിൻ്റെ ഫണ്ടെല്ലാം അതിൻ്റെ ഭൂരിപക്ഷം ഫണ്ടുകളും ഞങ്ങൾ കുടുംബശ്രീക്കാർക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന ലിങ്കേജ് ലോണ്, JLG വായ്പകൾ തുടങ്ങിയ മുഴുവൻ ഫണ്ടുകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. എന്നാൽ അതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട് സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിൽ ഈ ഫണ്ടുകളെല്ലാം കേരളത്തിൻ്റെ ആണെന്നും കേന്ദ്രത്തിൻ്റെ അല്ല എന്നുള്ളൊരു പ്രചരണമാണുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ മാത്രമായിട്ട് പ്രത്യേകിച്ച് CPMൻ്റെ ആണ് കുടുംബശ്രീ എന്നുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാക്കേജുകളാണെന്നും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബശ്രീക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമായ കാര്യങ്ങൾ സ്ത്രീകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന ഈ മഹാറാലിയിൽ നല്ലൊരു പങ്കാളിത്തം സ്ത്രീകൾ ഈ റാലിയിൽ പങ്കെടുക്കും. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ ഉജ്ജ്വല വിജയത്തിന് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ നരേന്ദ്രമോദിജി സ്ത്രീകളോട് കാണിക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ, അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് ഒരുപാട് പദ്ധതികൾ സ്ത്രീകൾക്കായിട്ടുള്ള കുട്ടികൾക്കുമായിട്ടുള്ള നിരവധിയായ പദ്ധതികളുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മോദിജിയുടെ ഭരണത്തിൽ സ്ത്രീകളെല്ലാവരും തൃപ്തരാണ്. അവരെല്ലാം നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. എന്തായാലും 4-ാം തീയതി NDAയുടെ ദിവസമായിരിക്കും. ശ്രീ കെ അജിത്ത് വളരെ ബഹുഭൂരിപക്ഷം ഒരു 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെങ്കിലും ജയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വർഷങ്ങളായുള്ള CPIയുടെ കോട്ട NDA തറക്കുമെന്നാണ് പറയുന്നത്. CPIയുടെ കോട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രീ കെ അജിത്തിനെ പോലെ ഒരാൾ നമ്മുടെ BJPയിലേക്ക് വരികയും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്ത് പെട്ടെന്നുണ്ടായൊരു കാര്യമല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. 2 പ്രാവശ്യം ഐക്യത്തെ പ്രതിനിധീകരിച്ചിട്ട് MLA ആയ ആളാണ്, വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാസങ്ങളായിട്ടുള്ള ഒരു വർഷത്തിലധികമായി സംഘടനാപരമായ പല പ്രശ്നങ്ങളുണ്ടായിട്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയി. പാർട്ടി ആശയത്തിനേക്കാൾ ഉപരിയായിട്ട് പാർട്ടിയെ നയിക്കുന്നവരുമായിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളുമായി പോകുന്ന നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് കീഴിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി, ഈ ഇന്ത്യയിലെ 1ാമത്തെ പാർട്ടിയായ BJPയിലേക്ക് ആകർഷണമാകുകയും ജനങ്ങളെ സേവിക്കാനും സ്നേഹിക്കുവാനും പിന്നോക്ക ജനത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് അവരോടൊപ്പം തോളോട് ചേർന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കോളനികൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവരുടെയൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു പാക്കേജ് തന്നെയാണ് മോദിജി നമുക്ക് വേണ്ടി പ്രഖ്യാപിക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല സന്തോഷത്തിലാണ് ശ്രീ കെ അജിത്ത്. ചേട്ടാ, ഈ വർഷം വൈക്കം നിയോജക മണ്ഡലത്തിൽ ഈ ഇലക്ഷന് ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ BJPയുടെ അജിത്തേ ജയിക്കുകയുള്ളൂ. കാലാകാലങ്ങളായിട്ട് അജിത്താണല്ലോ ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷം ഇവിടെ ജയിച്ചു പോയി. 10 വർഷമായിട്ട് ഇവിടുത്തെ MLA ആയിരുന്നല്ലോ. അതെ, ഇവിടെ ജനസമ്മതിയുള്ള ആളാണ്. BJP വന്നപ്പോൾ ഒന്നുകൂടെ കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല ജനസമ്മതി. ഈ പ്രാവശ്യം അജിത്തേ ഇവിടെ ജയിക്കുകയുള്ളൂ.
പിന്നെ എൻ ഡി എ ഉറപ്പിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ വരുന്നത്. അതെ 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 അതെ. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് കരുതുന്നത്? അജിത്തോ? അജിത്ത് ഒരു 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിക്കും.